ഹലോ എവരിവൺ, ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗ്രോ ബാഗിൽ നമുക്ക് എങ്ങനെ മിക്സർ നിറയ്ക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നുള്ളതാണ്. പിന്നത്തെ ഒരു കൃഷി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്കാണെങ്കിൽ സ്ഥലമില്ലാത്തവർക്കും കൃഷി ചെയ്യാൻ, ടെറസിൽ കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഗ്രോ ബാഗ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വന്നത്. ശരിക്കും അത് പ്ലാസ്റ്റിക്കിൻ്റെ മൈക്രോൺ കൂടിയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. അപ്പം ഇതിനെ ഗ്രോ ബാഗിനെ എതിർത്തും അനുകൂലിച്ചൊക്കെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. എന്നിരുന്നാലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഏതിലാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ചട്ടി വേണോ, ടയർ വേണോ, അല്ലെങ്കിൽ ഗ്രോ ബാഗ് വേണോ, എന്താണ് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടെറസ് കൃഷിക്കൊക്കെ ആവശ്യമായ ഗ്രോ ബാഗ് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പുതിയ ഗ്രോ ബാഗാണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇന്ന് നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്രോ ബാഗ് നല്ല രീതിയിൽ നമ്മൾ നിവർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് കരിയിലയുണ്ട്. കരിയിലാണ് ഏറ്റവും ചുവട്ടിലിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമായ മണ്ണ് ആട്ടുമുളകുമായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് അടിവളമായിട്ടുള്ള ഇതിന് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടുമ്പുഴുക്കപ്പൊടിയോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചാണകമാണെങ്കിൽ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുള്ള ചാണകപ്പൊടി യൂസ് ചെയ്യുക. ആട്ടുമ്പുഴുക്കയാണെങ്കിലും അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നമുക്ക് ഒരല്പം ചാരം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഒരല്പം മുട്ടത്തോടിൻ്റെ പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മുട്ടത്തോടിനെ കുറിച്ചുള്ളൊരു വിവരം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്തവർക്കത് കാണാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കേണ്ടത് നമ്മൾ നടാൻ പോകുന്ന എന്താണെന്ന് ഉദ്ദേശിച്ചിട്ടാണ്, അല്ലാതെ ഏത് പച്ചക്കറിയാണ് നടുന്നതെന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഗ്രോ ബാഗ് നിറച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൻ്റെ ഭാഗത്തോളമാണ് കരിയിലിടുന്നത്. അപ്പോൾ ഈ കരിയിലിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ തണുപ്പ് നിർത്താനും വെള്ളം നിർത്താനും അതേപോലെ തന്നെ പൊടിഞ്ഞിട്ട് വളമാകാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കരിയില ഒരു ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം ആണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ സാധാരണ ഗ്രോ ബാഗ് ഞങ്ങളാണെങ്കിൽ ഒരു പകുതി മാത്രമേ നിറയ്ക്കുള്ളൂ. പകുതി നിറയ്ക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയാണെങ്കിൽ വളം ഇട്ട് കൊടുത്ത് മണ്ണ് വീണ്ടും അടുപ്പിക്കുന്നതുകൊണ്ടാണ് പകുതി മാത്രം നിറയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്ന രീതിയിൽ ഫുള്ള് 3/4 വരെ നിറയ്ക്കാവുന്നതാണ്. ഞങ്ങളിപ്പോൾ പകുതിയാണ് നിറയ്ക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നടാൻ ഉദ്ദേശിക്കുന്നത് വഴുതനയാണ്. അതുകൊണ്ട് നമ്മൾ പകുതി മാത്രം ഇപ്പോൾ നിറയ്ക്കുന്നു. അപ്പോൾ നമ്മളിത് മണ്ണും ആട്ടുംപുഴുക്കയും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ചാരം കൂടി ഇട്ടിരിക്കുന്നത്. ചാരം ഒത്തിരി ഇട്ടിട്ടില്ല, കുറച്ച് മാത്രം ഇട്ടേക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മണ്ണിൻ്റെ അകത്ത് നിങ്ങൾക്ക് കല്ലൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഈ കല്ലിനൊന്നും കുഴപ്പമില്ല. നമുക്ക് വലിയ കല്ല്, അതായത് വളരെ വലിപ്പത്തിലുള്ള കല്ലുകൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മിക്സർ തയ്യാറാക്കാവുന്നതാണ്. ഇപ്പം ഇതിന് ശേഷം നമ്മളിപ്പം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മണ്ണാണെങ്കിൽ ഗ്രോ ബാഗിൻ്റെ ബാക്കി ഭാഗത്തോളം നമ്മൾ നിറയ്ക്കണം. അതായത് മൊത്തത്തിൽ ഇപ്പോൾ അര ഭാഗം നിറയും. അപ്പോൾ നമുക്ക് കുറച്ച് കരിയിലയുടെ പുറത്തിട്ടതിന് ശേഷം ഇതിപ്പോൾ ഈ മണ്ണെല്ലാം വീണ് അതേപോലെ തന്നെ വെള്ളം കൂടി ചെല്ലുമ്പോഴത്തേക്ക് കരിയില ഒതുങ്ങും. അപ്പോൾ അതിന് കുഴപ്പമില്ല. നമ്മളൊരിപ്പോൾ അര ഭാഗത്തോളം നിറച്ചിട്ടാണ് മണ്ണിടുന്നതെന്ന് വരില്ല, അത് അമങ്ങിക്കോളും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇപ്പം വെച്ചിരിക്കുന്ന മുട്ടത്തോട് കൂടി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മുട്ടത്തോട് കൂടി കുറച്ചിട്ട് കൊടുക്കാം. ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല, ഒരു 2 സ്പൂണോ 3 സ്പൂണല്ലോ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മുട്ടത്തോട് ഇടുന്നതെന്ന് വെച്ചാൽ പച്ചക്കറിക്ക് വളർച്ച നല്ലതാകാൻ വേണ്ടിയും അതേപോലെ തന്നെ കുമ്മായി ഇടുന്നതിന് പകരവുമായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളത് സാധാരണ നമ്മുടെ രീതിയിൽ നമ്മളത് ചെയ്യാറില്ല. പച്ചക്കറിയാണ് അല്ലെങ്കിൽ എന്താണ് നടുന്നതെന്ന് വെച്ചാൽ അത് നട്ട് അതിനൊരു ഗ്രോത്ത് തുടങ്ങിയ സമയത്താണ് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടിവളമായിട്ട് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടുംപുഴുക്കപ്പൊടിയോ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് പകുതി ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് പകുതിയോളം ഫില്ലായിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഈ എക്സസ് ആയിട്ടുള്ള ഈ ഭാഗം, അതായത് ഈ കവറിൻ്റെ ഈ മേളിലോട്ടുള്ള ഭാഗം നമുക്ക് മടക്കിയെടുക്കണം. കാരണം മടക്കിയെടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം വെക്കാൻ പോകുന്ന തൈക്ക് നല്ല രീതിയിൽ സൺലൈറ്റൊക്കെ കിട്ടാൻ വേണ്ടിയും അതേപോലെ തന്നെ ഇത് മറിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് കിടക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് വേണ്ടിയാണ്. നമുക്കപ്പം ഇതേ രീതിയിൽ നമുക്ക് പുറത്തോട്ട് മടക്കിയെടുക്കണം. അകത്തോട്ട് മടക്കരുത്, പുറത്തോട്ട് മടക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ
ഗ്രോ ബാഗ് പകുതിയോളം നിറച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വൈകുന്നേരങ്ങളിൽ നമ്മൾ ഏത് തൈയാണോ നടാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വിത്താണോ നടാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്, അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഡയറക്റ്റായിട്ട് നട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം വഴുതനയാണ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ 2 ടൈപ്പുള്ള വഴുതനയാണ് നട്ടിരിക്കുന്നത്. ഒന്ന് വയലറ്റിൻ്റെ തന്നെ നീളമുള്ള ടൈപ്പും, ഒന്ന് അതേപോലെ തന്നെ ഉണ്ടയായിട്ടുള്ളതുമാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മണ്ണ് പകുതിയോളം നിറച്ചതിന് ശേഷം നമ്മളിത് നല്ല രീതിയിൽ നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തൈ പറിച്ചാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാവുന്നതാണ്. നമുക്കിപ്പം മണ്ണ് ലഭിക്കുന്നില്ല എന്നൊരിൽ നമുക്ക് കൊക്കോ പിറ്റോടെങ്കിൽ ഇതിൻ്റെ അകത്തൂടെ മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് നടാവുന്നതാണ്. എന്നിരുന്നാലും മണ്ണിൻ്റെ അളവ് കുറയ്ക്കാനേ പറ്റത്തുള്ളൂ, മണ്ണ് ഒഴിവാക്കാനായിട്ട് പറ്റുന്നില്ല. ഒരല്പമെങ്കിലും മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൊക്കോ പിറ്റോ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ മണ്ണ് മാത്രമായിട്ട് ഉപയോഗിച്ച് നമ്മൾ ഈ രീതിയിലാണ് നടുന്നത്. അപ്പോൾ നമുക്കിവിടെ മണ്ണ് ലഭ്യമായതുകൊണ്ടാണ് ഈ രീതി ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൊക്കോ പിറ്റ് നമ്മൾ ഒരു കാരണവശാലും ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.